ഇന്ന് നമ്മൾ ഈ കാണുന്ന ടാങ്കിലും അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ബക്കറ്റുകളിലൊക്കെ ഒരു 25% വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഒരു വീഡിയോയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം എപ്പോഴും നന്നായിട്ട് തണുത്തിട്ടാണ് കിടക്കുന്നത്. മുമ്പ് തണുപ്പ് കാലത്ത് വാട്ടർ ചേഞ്ച് ചെയ്ത സമയത്താണ് ഞാനിത് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഡിസംബറിൽ എന്തോ ആണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്ത് ഓൾറെഡി മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പാണ് അന്തരീക്ഷത്തിൽ. അപ്പോൾ ബക്കറ്റുകളിലും ടബുകളിലൊക്കെ കിടക്കുന്ന ആ വെള്ളത്തിന് തീർച്ചയായിട്ടും ആ അന്തരീക്ഷത്തിലെ തണുപ്പുമായിട്ടൊരു സാമ്യമുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും. പക്ഷേ അതിൻ്റെ ഇരട്ടി തണുപ്പാണ് ഈ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിന് നമുക്ക് അന്ന് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് ബോക്സിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും തണുപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ് നല്ല രീതിയിൽ ഇൻസുലേറ്റഡ് ആണ്. കൂടാതെ നമ്മൾ അതിനകത്ത് പ്ലാസ്റ്റിക് ഷീറ്റും ടാർപോളിൻ ഷീറ്റും വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെവി ഇൻസുലേഷനാണ് വരുന്നത്. അതുകൊണ്ടാണ് അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്ത് വെള്ളത്തിനെ ബാധിക്കാത്തത്. അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് നല്ല ഐസ് പോലെ തണുത്ത വെള്ളമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. എന്നിട്ട് മീനുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മീനുകൾ സ്ലോ ആയിട്ട് അതിനോട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒരു ദിവസം മുമ്പ് 1.5 ഇഞ്ച് വരുന്ന 2 ചെറിയ ടൈഗർ ഓസ്കാറുകൾ ഇട്ട് വെച്ചേക്കുന്ന ടബ്ബാണ്. ആൽഗിയൊക്കെ നല്ല രീതിയിൽ ഫോം ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം തൊട്ട് നമ്മൾ ആ ചെറിയ ഓസ്കാറുകൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുന്നുള്ളത്. നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2.5 ഇഞ്ച് 3 ഇഞ്ച് വരുന്ന 2 ടൈഗർ ഓസ്കാറുകളും പിന്നെ ഒരു ആൽബിനോ സക്കർ കാറ്റ് ഫിഷുമാണ് കിടക്കുന്നത്. അവർ ഇതിനകത്ത് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഞാനിന്ന് 25% വെള്ളം കളഞ്ഞിട്ട് അടിഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ മറ്റ് ടബ്ബുകളിലും അതുപോലെ ചെടിച്ചട്ടികളിലൊക്കെ ജസ്റ്റ് ഒന്ന് കൈയിട്ട് നോക്കി വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ. അത് നമ്മുടെ സാധാരണ വാട്ടർ ടാങ്കിലൊക്കെയുള്ള ആ ഒരു വെള്ളത്തിൻ്റെ സെയിം ടെമ്പറേച്ചർ തന്നെയാണ്. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം മുമ്പത്തെ അത്ര തണുപ്പ് കാലത്ത് അത്ര തണുപ്പൊന്നും വെള്ളത്തിനില്ല. അപ്പോൾ ടബ്ബുകളിലും ബക്കറ്റുകളിലൊക്കെ ഉള്ള വെള്ളം അത്യാവശ്യം തണുത്ത് തന്നെയാണ് കിടക്കുന്നത്. നോർമൽ തണുപ്പാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അതിൻ്റെ റീസൺ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹെവി ഇൻസുലേഷൻ ആയതുകൊണ്ട് അന്തരീക്ഷത്തിലെ ആ ഒരു ചൂടും കാര്യങ്ങളൊന്നും ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളത്തിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ഫ്രിഡ്ജ് ബോക്സിൻ്റെ ഈ സൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല വീതിയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ ഒരു എന്താ പറയുക തണുപ്പ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് തന്നെ, അതായത് ഫ്രിഡ്ജ് ആയിരിക്കുന്ന സമയത്ത് അതിനകത്ത് തണുപ്പൊക്കെ റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ വോൾ സെറ്റ് ചെയ്തേക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൂടാതെയാണ് നമ്മൾ ഇതിനകത്ത് ടാർപോളിനും അതിൻ്റെ അടിയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റും വിരിച്ചിട്ടുണ്ട്. ഇതുപോലെ ഹെവി ആയിട്ടുള്ള ഇൻസുലേഷൻ ആണെങ്കിലാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈ വെള്ളത്തിനെ സീരിയസ് ആയിട്ട് ബാധിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ തണുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ മാറ്റി കൊടുത്ത് 25% വെള്ളമാണ്. ബാക്കി 75% പഴയ വെള്ളം തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തണുത്തത് തന്നെയാണ് എങ്കിൽ അതിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ അത്ര തണുപ്പില്ല എന്ന് മാത്രം. ശരിക്കും അത് വെള്ളത്തിലെ ടെമ്പറേച്ചറിനെ ബാധിക്കും. പക്ഷേ നമ്മൾ 25% വെള്ളം മാത്രമാണ് പുറത്തേക്ക് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും മാത്രമാണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് അത് വെള്ളത്തിനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ 30% കൂടുതൽ വെള്ളം മാറ്റി കൊടുക്കരുത് എന്ന് പറയുന്നത്. ഈ ഒരു കാരണം മാത്രമല്ല, വേറെ കാരണങ്ങളും ഉണ്ട്. ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് നഷ്ടപ്പെടും, അങ്ങനെ കുറേ കേസുകളും ഉണ്ട്. ടെമ്പറേച്ചറും അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഇപ്പോൾ ചൂടുകാലത്ത് സംഭവിക്കുന്ന വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു 12 മണി 11 മണിക്കൊക്കെയാണ് അല്ലെങ്കിൽ 1 മണി സമയത്തൊക്കെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുക. രാവിലെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു സമയത്ത്, ആ സമയത്ത് ടാപ്പ് തുറന്നാലും നമുക്ക് അത്യാവശ്യം തണുപ്പായിട്ടുള്ള വെള്ളം തന്നെയാണ് വരുന്നത്. അതേസമയം നമ്മളൊരു 11 12 മണി ആ ഒരു സമയത്തൊക്കെയാണ് വാട്ടർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാപ്പ് തുറക്കുന്ന സമയത്ത് വരുന്നത് ചൂടുവെള്ളമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ ആ ഒരു ഇഷ്യൂ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല രീതിയിൽ ആ പ്രോബ്ലം ഉണ്ട്. ടാപ്പ് തുറന്ന് ഏതാനും മിനിറ്റുകൾ വരുന്നത് ചൂടുവെള്ളമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് തണുത്ത വെള്ളം ഇറങ്ങി വരുന്നത്. കാരണം നമ്മുടെ PVC പൈപ്പുകളിൽ നിൽക്കുന്ന വെള്ളം സൺലൈറ്റ് അടിച്ചിട്ട് ചൂടായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം വരുന്ന വെള്ളം ചൂടായിട്ട് വരുന്നത്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ ഇതുപോലെ നേരിട്ട് ടാപ്പ് തുറന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളമായിരിക്കും ടാങ്കിലേക്ക് വീഴുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് പിന്നെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ചൂടുകാലത്ത് എപ്പോഴും നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ആദ്യം ഒരു കണ്ടെയ്നറിനകത്ത് ഒഴിച്ച് മാറ്റി ആ ചൂടുവെള്ളം കളഞ്ഞ് തണുത്ത വെള്ളം വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ടാങ്കിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഹോസ് ഒന്ന് ഓഫാക്കി, അതായത് ഈ ടാപ്പ് ഒന്ന് ഓഫാക്കി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ പിന്നെ വീണ്ടും ഞാൻ തുറന്ന് ടാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് ചൂടുവെള്ളമാണ്, ചെറിയ ചൂടുവെള്ളമാണ്. അത് പിന്നെ വീണ്ടും കുറച്ച് നേരം അടിച്ച് കളഞ്ഞ് തണുപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ടാങ്കിലേക്ക് അടിച്ചു കൊടുക്കുന്നത്. കാരണം അന്തരീക്ഷത്തിൽ അത്രയും ചൂടാണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് നല്ല ചൂടുവെള്ളം വരുന്നത് ഈ PVC പൈപ്പ്, അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള PVC പൈപ്പുകളിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചിട്ട് ആ പൈപ്പിലെ വെള്ളം ചൂടായതുകൊണ്ടാണ് ആദ്യം തുറക്കുമ്പോൾ നല്ല ചൂടുവെള്ളം വരുന്നത്. അത് അത്യാവശ്യം പൊള്ളുന്ന രീതിയിലുള്ള വെള്ളമാണ് വരുന്നത്. അതുകൊണ്ട് ആക്സിഡൻ്റ് ആയിട്ടൊന്നും നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ടാങ്കിലേക്ക് ഡയറക്റ്റ് അടിച്ചു കൊടുക്കരുത്. നമ്മുടെ ഇവിടെ ഈ ഒരു പ്രശ്നം സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ അവിടെ ഉണ്ടാവുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. കാരണം വീടിൻ്റെ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അതായത് സൺലൈറ്റ് ഡയറക്റ്റ് ഈ ഒരു PVCയിലേക്ക് അടിക്കുന്നത് പോലെയൊക്കെ ഇരിക്കും. പിന്നെ ഈ PVC ഒക്കെ ഗ്രൗണ്ട് ലെവലിൽ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലാണ് ടാങ്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ സൺലൈറ്റ് അടിച്ച് പ്രശ്നം വരാറില്ല. പക്ഷേ ടെറസിൻ്റെ മുകളിലുള്ള PVC ലൈനുകളിലൊക്കെ ഈ ഇഷ്യൂ നമ്മുടെ അവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്.
അതുകൊണ്ട് വെള്ളം ഇതുപോലെ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ 25% 30% മാത്രം മാറ്റി കൊടുത്താൽ മതി അടി ക്ലീൻ ചെയ്തിട്ട്. തണുപ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് കാലത്തും അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്കിലും അത്രയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഫംഗസ്, വൈറ്റ് സ്പോട്ട്, അതായത് പാരസൈറ്റ് ഫംഗസ് പോലുള്ള സാധനങ്ങളുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും ഈ ഒരു ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത്. അതുകൊണ്ട് ഈ ഒരു സീസണിൽ അത്തരം അസുഖങ്ങൾ അധികം വരാറില്ല. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. മെയിനായിട്ടും ഈ ഒരു അടി ക്ലീൻ ചെയ്ത് 25% മാറ്റി കൊടുക്കുക എന്നുള്ളത് റുട്ടീനായിട്ട് ചെയ്യുക. വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് മീനുകളെല്ലാം ഓക്കെ ആണെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.